എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചതയ ദിനമാണ്. ഇന്ന് കന്നി ഒന്നാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവധി ദിവസമായ കന്നി ഒന്ന് വൈകിട്ടത്തെ വിഷ്വൽസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരിൽ നാളെ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കുകയാണ്. ഒക്ടോബർ 1 മുതൽ 6 മാസക്കാലത്തേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് നാളെ കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും നാളെ നടക്കും. നാളെ രാവിലെ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് 55 അപേക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തി അവരിൽ നിന്ന് യോഗ്യരായവരുടെ ലിസ്റ്റ് ദേവസ്വത്തിന് നൽകും. ആ ലിസ്റ്റ് ഉച്ചപൂജ നട തുറന്ന സമയത്ത് നമസ്കാര മണ്ഡപത്തിൽ വച്ച് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഇപ്പോഴത്തെ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി നറുക്കെടുക്കും. ആ നറുക്ക് ലഭിക്കുന്ന പുതിയ മേൽശാന്തി നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ 12 ദിവസത്തെ ഭജനം പൂർത്തിയാക്കിയിട്ട് ഈ മാസം 30-ാം തീയതി രാത്രി ചുമതലയേൽക്കും. പുതിയ മേൽശാന്തിക്ക് ഭജനം കഴിഞ്ഞ് ചുമതലയേൽക്കുന്ന മേൽശാന്തിക്ക് 6 മാസക്കാലത്തേക്ക് ക്ഷേത്രത്തിനകം വിട്ട് പുറത്തു പോകാൻ പാടില്ല. ക്ഷേത്രത്തിനകത്ത് തന്നെ താമസിച്ച് പുറപ്പെടാശാന്തിയായിട്ട് 6 മാസക്കാലം ക്ഷേത്രത്തിലെ പൂജകൾ ചെയ്യണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയെ നറുക്കെടുക്കുന്നത് വളരെ സുതാര്യമായിട്ടാണ്. പെരുവനം ശുഗപുരം ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രവും യാഗാധികാരവുമുള്ള നമ്പൂതിരിമാർക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിമാരാകാനുള്ള അവസരമുള്ളത്. അത്തരത്തിൽ പെരുവനം ശുഗപുരം ഗ്രാമങ്ങളിൽപ്പെട്ട 55 അപേക്ഷകരാണ് ഇത്തവണ മേൽശാന്തിയാകാൻ അപേക്ഷിച്ചിട്ടുള്ളത്. അതിനകത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓദിക്കന്മാരായിട്ടുള്ള ആളുകളും അതിനകത്ത് ഉൾപ്പെടും. അപ്പോൾ അവരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി ആവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതിയാണ്. അപ്പോൾ നാളെ ഉച്ചപൂജ നട തുറന്ന് ഈ മേൽശാന്തി നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ആരാകും പുതിയ മേൽശാന്തി എന്നറിയാം. ഇപ്പോഴത്തെ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയാണ് നറുക്കെടുക്കുന്നത്. തന്ത്രി, ദേവസ്വം ചെയർമാൻ, മറ്റ് ഭരണാധികാരികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ്, ഭക്തജനങ്ങൾ കാണുകയാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. ഈ യോഗ്യരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ വായിച്ചിട്ട് ആ ലിസ്റ്റ് വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ചിട്ട് ആ വെള്ളിക്കുടത്തിൽ നിന്ന് ഉച്ചപൂജ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന മേൽശാന്തി നറുക്കെടുക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് സാമാന്യം തിരക്കേടില്ലാത്ത തിരക്കുണ്ട്. വൈകിട്ട് രാത്രി അത്താഴപൂജ നട തുറന്നിട്ട് വേണം ആളുകൾക്ക് തൊഴാൻ. അപ്പോൾ അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത്. ഇന്ന് ഡാൻസ് അരങ്ങേറ്റം, നൃത്ത അരങ്ങേറ്റം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലുണ്ട്. അതിനു വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള നർത്തകിമാരെയും ഇവിടെ കാണാം. ഏതായാലും 4 ദിവസത്തെ അവധി അവസാനിക്കുകയാണ്. നാളെ മുതൽ സാധാരണ നിലയിലേക്ക് ഗുരുവായൂർ ക്ഷേത്രം മടങ്ങും. തിരക്ക് കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. കന്നിമാസമാണ്. ഇന്ന് കീഴ്ശാന്തിക്കാരുടെ ഭജനവും ആരംഭിച്ചു. 12 ദിവസത്തെ ഭജനവും ഇന്ന് ആരംഭിച്ചു. അതേപോലെ വിഷ്ണു സഹസ്രനാമോത്സവം ക്ഷേത്രത്തിൽ ആരംഭിച്ചു. നാളെ മുതൽ നാരായണീയ മഹാസത്രം ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ആരംഭിക്കുകയാണ്. അങ്ങനെ വിശേഷങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. നാളെ മേൽശാന്തി നറുക്കെടുപ്പ്, വിഷ്ണു സഹസ്രനാമോത്സവത്തിൻ്റെ തുടക്കം എല്ലാം നടക്കുകയാണ്. കൃഷ്ണാർപ്പണം. കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നല്ലത് വരട്ടെ.